അല്ലളിയ കെട്ടാൻ പോകുന്നത് നീ കൊണ്ട് നടക്കുന്ന ഇക്കണക്കിന് അവൻ കഴിച്ച എന്റെ ബാക്കി കഴിക്കേണ്ടി വരൂ. നീ വയലന്റ് ആവാൻ വേണ്ടി പറഞ്ഞല്ല. അവനാണെങ്കിൽ നല്ല രക്തത്തിളപ്പുള്ള പയ്യനാ. പിന്നെ തൊട്ടാ പൊട്ടുന്ന പ്രായത്തിൽ അവളും തട്ടിയാലും മുട്ടിയാലും മതി പൊട്ടാൻ. പറഞ്ഞു കൊടുക്കടാ, അവൾ എന്ത് കാണിച്ചാലും മിണ്ടാതെയും പറയാതെ ഇരുന്നോണം. അതിന് അവളിട്ട പേരാ 4 വർഷത്തെ ഫ്രീഡം. ഇന്ന് രാത്രി ഹോസ്റ്റലിൽ അവന് മാമോദീസ മുക്കിയെടുക്കണം. നാളെ മുതൽ അവൾ വിളിച്ചാ പോകാൻ കോളേജിൽ അവൻ ഉണ്ടാവരുത്. ആ ശ്രീത് എത്ര പ്രാവശ്യം വിളിക്കുന്നേ? ആ കുട്ടിക്ക് പഠിക്കാനൊന്നുമില്ലേ? ദേ കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാ. എനിക്കൊന്നും സഹിക്കുന്നില്ല. എന്നാ പിന്നെ വർക്കിച്ച നമുക്ക് ആ റോസമയൊന്ന് ആലോചിച്ചു. അവളെ കാണുന്നത് എനിക്ക് പേടിയാ. ഹലോ, ഞാൻ നാളെ എറണാകുളത്തേക്ക് വരിക. വനചേച്ചി പറഞ്ഞു പോരാൻ. എന്നെ കൊണ്ട് ഇനി കാണാതിരിക്കാൻ വയ്യ. ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോവും. വന്നോട്ടെ. നീ ചത്തു പോകുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് വരും. എന്നാ എപ്പോഴാന്ന് പറ. ഞായറാഴ്ച. സത്യമായിട്ട് വരും. വരുമ്പോ എന്ത് കൊണ്ടുവരും? എറണാകുളം സ്പെഷ്യൽ നല്ല മുഴുത്ത കൊതുക് കൊണ്ടുവരാം. മതി, കൊതുകാലും മതി. കിച്ചേട്ടൻ കൊണ്ടിരുന്നതല്ലേ, പാവമായിരിക്കും. കിടക്കുന്നതിന് മുമ്പ് വിളിക്കാം. അതേ, രണ്ടാളും ഒന്ന് വരണം. ടെറസിലേ ചേട്ടന്മാരുടെ ഒരു പാർട്ടി ഉണ്ട്. ആ തബലയും കൂടെ അങ്ങെടുത്തോ. അയ്യോ, തബലയല്ല, മൃദംഗം. രണ്ടായാലും കൊട്ടിയാലേ സൗണ്ട് വരുള്ളൂ. പേര് ഒന്ന് മതി. എടുക്കടാ. അയ്യോ, ഇത് അങ്ങനെ പാർട്ടിക്കൊന്നും കൊണ്ടുപോകാൻ പാടില്ല, അശുദ്ധമാവും. ആഹാ, അത് ശരി, അശുദ്ധാവൂ. എന്നാ ഒന്ന് കാണണമല്ലോ. നടക്കണം. എന്താടാ നോക്കണേ? നടക്കാൻ. പിടിക്കളിയാ. അഞ്ജന ശിവരാമനും നീയും തമ്മിൽ എന്താ ബന്ധം? ആ കുട്ടിയും ഞാനും തമ്മിൽ എന്ത് ബന്ധം? പിന്നെ നീയും അവളും കൂടെ ഇന്ന് വണ്ടി കയറി പോയത് എന്തുണ്ടാക്കാനടാ? അത് ആ കുട്ടിയുടെ ഒരു ഡാൻസ് പെർഫോമൻസിന് മൃദംഗം വായിക്കാൻ ആ കാര്യം പറയാൻ വേണ്ടി ഡാൻസ് ടീച്ചറിന്റെ വീട്ടിൽ പോയി. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? മൃദംഗം വായിക്കുന്നത് എന്റെ പ്രൊഫഷൻ അല്ലേ. അത് ശരി. അപ്പോ ഞങ്ങള് പോവണ്ടെന്ന് പറഞ്ഞ നീ പോവൂ? ആ കുട്ടിക്ക് ഞാൻ വാക്ക് കൊടുത്തതാ. ഇനിയിപ്പോ പോയില്ലെങ്കിൽ അത് തെറ്റല്ലേ? നീ നിന്റെ ഒടുക്കത്തെ അടിക്കടായി നായിന്റെ മോനെ. അയ്യോ, അവനൊന്നും ചെയ്യരുത്. അവനെ
കരിമ്പന്മാരും മുട്ടയെ കുത്തി നിവർന്നു നിന്നപ്പോ ആദ്യം പഠിച്ചത് തറയാൻ പറയൊന്നും അല്ലടാ, തല്ലാനും തല്ലി തോൽപ്പിക്കാനും തല്ലി കൊല്ലാനുമാ. കൊന്നുകളയും ഞാൻ. നിർത്തിക്കോണം, ഇന്നത്തെ കൊണ്ട് എല്ലാം നിർത്തിക്കോണം. ഇനി ക്യാമ്പസിൽ കണ്ട കൃഷ്ണകുമാർ, അവിടെ കൃഷ്ണകുമാർ. ഏയ്, ഇവൻ ഇവിടെ കിടക്കും. എടുത്താൽ എടുത്തവന്റെ കൈ ഞാൻ എടുക്കും. ഓടാ, ഓൻ. കൃഷ്ണകുമാറിന്റെ പാസ്റ്റിൽ എപ്പോഴെങ്കിലും ഇത്തരം അബ്നോർമൽ കണ്ടീഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ഐ മീൻ എന്തെങ്കിലും മെന്റൽ ഓർ സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസസ്? അങ്ങനെ ചോദിച്ചാൽ പ്രത്യേകിച്ച് പിന്നെ കുട്ടിക്കാലത്ത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്താ അത്? കിച്ചന്റെ താഴെ ഒരു അനിയനുണ്ടായിരുന്നു. അവൻ വണ്ടി ഇടിച്ച് മരിച്ചത് കിച്ചന്റെ മുമ്പിൽ വെച്ച. അതുണ്ടാക്കിയ വിഷമങ്ങൾ ഒരു 5-6 മാസത്തേക്കുണ്ടായിരുന്നു. പൂജയും വഴിപാടും മരുന്നും മന്ത്രവും ഒക്കെ ആയിട്ട് എന്തായാലും അതങ്ങ് മാറി. പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആയിരിക്കാം, പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി ആ ഇൻസിഡന്റ് തന്നെയാണ് റീസൺ. ഫ്ലാഷ് ബാക്ക് ഫിനോമിനാൻ എന്നൊക്കെയാണ് ഞങ്ങൾ ഇതിന് പറയാറ്. മെന്റലി ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടായാൽ ഇത്തരം അവസ്ഥകൾ ഇനിയും ആവർത്തിക്കപ്പെടാം. അപ്പോ ഇനി ഇത് മാറില്ലേ എന്ന് ചോദിച്ചാൽ ഇതങ്ങനെ മരുന്നും ചികിത്സ കൊണ്ട് മാറാൻ ഒരു രോഗമോ അല്ലെങ്കിൽ ഡിസീസോ ഒന്നുമല്ല, ഒരു തരം മാനസികാവസ്ഥയാണ്. ഇത്തരം ഇൻസിഡന്റിലേക്ക് കൃഷ്ണകുമാർ ഭാവിയിൽ എത്തിപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അതുമാത്രമേ ഇനി മാർഗമുള്ളൂ.
കുട്ടികൾക്ക് പ്രവേശനമില്ല. അണ്ണാർക്കണ്ണ, അണ്ണാർക്കണ്ണനും തന്നാലായത്. അച്ചോ, ഓയ്, എന്തിനായിരിക്കും ക്യാമറ ആദ്യം കണ്ടുപിടിച്ചത്? ക്യാമറ കണ്ടുപിടിച്ചത് എന്തിനായിരിക്കും? അതൊക്കെ ദൈവത്തിനെ അറിയാവുള്ളൂ. യുവർ ഫോട്ടോഗ്രാഫർ, യു മസ്റ്റ് നോ ഇറ്റ്. പോടാ, ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ നിന്റെ അമ്മച്ചിക്കേ അറിയാവൂ. യോ, ദേ വന്നു. എന്താ അച്ഛനും മോനും കൂടെ ഒരു കള്ളത്തരം? വാ, ഞങ്ങളുടെ കർത്താവിന് സൺഡേ ഒറ്റ ദിവസം ചെന്ന് പറഞ്ഞാൽ മതി, കംപ്ലീറ്റ് കാര്യങ്ങൾ പിടികിട്ടും. കുളിക്കേ വേണ്ട, സൗകര്യം തന്നെ. ഡെയിലി ഒരേ കാര്യം തന്നെ പറഞ്ഞ ദൈവത്തിന് ബോറടിക്കൂലേ അച്ഛാ? അച്ഛന്റെ കൂടെ കൂടിയിട്ട് അവനൊരു ഡൗട്ട് ചോദിച്ചല്ലേ, ഞങ്ങൾ അഹിന്ദുക്കൾ പിന്നെ എന്ത് ചെയ്യും? കേടാ, അച്ഛാ, ഞാൻ മറ്റേ കാര്യം പറയട്ടെ. ഏത് കാര്യം? അമ്മേനെ അമ്മച്ചി എന്ന്. അതോ? എടാ, എന്റെ അമ്മച്ചിയെ ഞാൻ അമ്മച്ചി എന്നല്ലേ വിളിക്കുന്നത്? എനിക്ക് അങ്ങനെ നാക്കേ വരൂ. അതിപ്പോ ഞാൻ എന്നാ ചെയ്യാനാ? പ്രായം കൂടുന്തോറും വികൃതി കൂടി കൂടി വരിക. ഒരു വക പറഞ്ഞ കേക്കണ്ടേ? ഡീജോ ചീത്ത പറയാഞ്ഞിട്ടാ. നിന്റെ അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ട് നീ നടന്നോ? നീ എന്നെ കിട്ടിയില്ല. ഞാനും തഥേവ. പിന്നെ അങ്ങനെ അടി അവൻ നമ്മുടെ രണ്ടാളുടെ അല്ലയോ മോൻ. ഡീജോയ്ക്ക് എല്ലാം തമാശയാ. കുട്ടികളാവുമ്പോ കുറച്ച് അനുസരണയൊക്കെ വേണം. അമ്പലത്തിലെ പായസം. സ്മൈൽ പ്ലീസിൽ ഫോട്ടോ വല്ലതും വിറ്റോ? വരുന്ന ആഴ്ച ആനന്ദവല്യാന്റിയുടെ മോളുടെ കല്യാണോ? അവര് രണ്ടുപേരും കൂടി ഇവിടെ വന്ന് ക്ഷണിച്ചതാ. നോക്കണ്ട, എനിക്ക് സാരി വേണം. അടുത്ത വീട്ടിലൊരു കല്യാണം ആവുമ്പോ ഒരു സാരി വാങ്ങിക്കുന്നത് ആർഭാടമൊന്നുമല്ല, ആവശ്യം തന്നെയാ. ശലഭസുന്ദരിമാരെ, നിങ്ങൾ അറിയുക, നാഷണൽ ജിയോഗ്രാഫിക് ലോകത്തിലെ എണ്ണം പറഞ്ഞ മാഗസീനാണ്. അതിലൊരു പടമടിച്ച് വരുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. വേണമെങ്കിൽ മതി.
ആനന്ദവല്ലി ആന്റിയുടെ മോളുടെ കല്യാണമാ. അയലത്തൊരു കല്യാണം ആവുമ്പോ സത്യക്കൊരു പട്ടുസാരിയൊക്കെ മോഹിക്കാം. അതിൽ തെറ്റൊന്നുമില്ല. ഉണ്ടോ? ഫ്രണ്ടിനെ കൂട്ടാൻ പോയതാ? സ്മൈൽ പ്ലീസ്. ഓക്കേ.